HRPM ദേശീയ ക്യാൻസർ സുരക്ഷാ ബോധവൽക്കരണ പദ്ധതി 2025. 1.5 പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ വിവിധ വിഷയങ്ങളിൽ മനുഷ്യാവകാശ സംരക്ഷണാർത്ഥം സജീവ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന HRPM ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ 1 വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു മഹാ ഉദ്യമത്തിന് തയ്യാറെടുക്കുകയാണ്. നോവും മനസ്സിനമൃതാവാൻ വിടറി വീഴവേ താങ്ങാവാൻ മൗനമുറയവേ വാക്കാവാൻ തീയലയടിച്ചാർക്കും കടലാവാൻ HRPM ദേശീയ ക്യാൻസർ സുരക്ഷാ ബോധവൽക്കരണ പദ്ധതി 1 ലക്ഷം നിർധനരായ കുട്ടികൾക്ക് 25 ലക്ഷം രൂപയുടെ ക്യാൻസർ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2025 ഫെബ്രുവരി 4 എറണാകുളം അഞ്ചുമന വിശ്വകർമ്മ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ നടക്കുന്ന ദേശീയ ക്യാൻസർ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലേക്കും തുടർന്ന് ഈ പദ്ധതിയുടെ ഭാഗമാകാനും എല്ലാ സുമനസ്സുകളെയും ക്ഷണിക്കുകയാണ്. HRPM ദേശീയ ക്യാൻസർ സുരക്ഷാ ബോധവൽക്കരണ പദ്ധതി 2025. 1.5 പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ വിവിധ വിഷയങ്ങളിൽ മനുഷ്യാവകാശ സംരക്ഷണാർത്ഥം സജീവ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന HRPM ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ 1 വർഷം നീണ്ടു നിൽക്കുന്ന മറ്റൊരു മഹാ ഉദ്യമത്തിന് തയ്യാറെടുക്കുകയാണ്. HRPM ദേശീയ ക്യാൻസർ സുരക്ഷാ ബോധവൽക്കരണ പദ്ധതി 1 ലക്ഷം നിർധനരായ കുട്ടികൾക്ക് 25 ലക്ഷം രൂപയുടെ ക്യാൻസർ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 2025 ഫെബ്രുവരി 4 എറണാകുളം അഞ്ചുമന വിശ്വകർമ്മ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ നടക്കുന്ന ദേശീയ ക്യാൻസർ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലേക്കും തുടർന്ന് ഈ പദ്ധതിയുടെ ഭാഗമാകാനും എല്ലാ സുമനസ്സുകളെയും ക്ഷണിക്കുകയാണ്. HRPM നടത്തിയ സുപ്രധാന പോരാട്ടങ്ങൾ. ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇനി വരും ഓരോ തലമുറയ്ക്ക് എൻ്റെ മോനാണ് 31 വയസ്സായി, കടപ്പ് രോഗിയാണ്. എല്ലാം ചെയ്തു കൊടുക്കണം മോന്. ആരുമില്ല സഹായത്തിന്. ഓരോ തലമുറയ്ക്ക്. കാസർകോട്ടെ എൻഡോസൾഫാൻ ബാധിതരുടെ പ്രശ്നങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അവർ നേരിട്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് വഴി അർഹരായവർക്ക് ആധുനിക ചികിത്സാ സൗകര്യങ്ങളും സാമ്പത്തിക സഹായവും നൽകാൻ സർക്കാർ തയ്യാറായി. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ 130ഓളം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കി. ഡോക്ടർ സ്വാമിനാഥൻ വിഭാവനം ചെയ്ത കുട്ടനാട് പാക്കേജ് റിപ്പോർട്ട് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ജനങ്ങളിലെത്തിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. പദ്ധതി നടത്തിപ്പിലെ അഴിമതി സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായി. വയനാട്ടിലെ മേപ്പാടി പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട ജനങ്ങളുടെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഹർഷം പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ 52 വീടുകളിൽ 5 എണ്ണം നമ്മുടെ സംഘടനയായ HRPM ആണ് നിർമ്മിച്ചു നൽകിയത്. പ്രളയം തകർന്ന വയനാട് ജില്ലയിൽ പുത്തുമല പുനരധിവാസ പദ്ധതി അവസാന ഘട്ടത്തിൽ. മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ തുടക്കമിട്ട പദ്ധതിയാണ് സർക്കാരിന് തന്നെ അഭിമാന നേട്ടമായത്. പ്രദേശത്ത് സംഘടന നിർമ്മിച്ചു നൽകുന്ന 5 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരികയാണ്. 2018 ഓഗസ്റ്റ് മാസത്തിലാണ് കേരളത്തെ നടുക്കിയ പ്രളയത്തിൽ വയനാട് ജില്ലയും ഒറ്റപ്പെട്ടത്. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. ഒരു ജനവാസ കേന്ദ്രം മുഴുവൻ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി. ഏകദേശം 100-ലധികം വീടുകൾ നാമാവശേഷമായി. 15ഓളം ജീവനുകൾ മണ്ണോട് ചേർന്നു. ജില്ലാ ഭരണകൂടവും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ദുരന്തത്തിന്റെ തീവ്രതയറിഞ്ഞ് വയനാട്ടിലേക്ക് പലവിധ സഹായ വാഗ്ദാനങ്ങളുമായി സന്നദ്ധ സംഘടനകളും ഭരണകൂടവും ജനങ്ങളുടെ കൂടെ നിന്നു. ഈ അവസരത്തിലാണ് മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ ദേശീയ ചെയർമാൻ പ്രകാശ് ചെന്നിത്തല വയനാട് സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ വയനാട് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മാനന്തവാടി സബ് കളക്ടർ ഉമേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ദുരിതബാധിതർക്ക് താൽക്കാലിക സഹായങ്ങളല്ല ആവശ്യമെന്നും വീട് നഷ്ടപ്പെട്ടവർക്ക് വീടാണ് ആവശ്യമെന്നും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ പ്രഖ്യാപിച്ചു. വീട് നഷ്ടപ്പെട്ടവരിൽ 5 പേർക്ക് സംഘടന വീട് വെച്ച് നൽകുന്നതാണെന്ന വാഗ്ദാനവും
ലോക്ക്ഡൌൺ നൽകി. ആ പ്രഖ്യാപനം ഒരു വലിയ പുനരധിവാസ പദ്ധതിയുടെ തുടക്കമായിരുന്നു. അതിനുശേഷം പല സംഘടനകളും വീടുകൾ വാഗ്ദാനം ചെയ്ത് രംഗത്തു വന്നു. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരായ ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ആലപ്പാട്ടുകാർക്ക് പിന്തുണയുമായി എത്തുന്നു. മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രകാശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉന്മേഷ് ശിവരാമൻ. ആലപ്പാട് നടക്കുന്ന ജനകീയ സമരത്തിന് ദിവസങ്ങൾ കഴിയുന്തോറും ജനപിന്തുണ ഏറുകയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ മനുഷ്യാവകാശ രംഗത്തെ വിദഗ്ധനായ ശ്രീ പ്രകാശ് ചെന്നിത്തല ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. സർ, ഇപ്പോൾ ദിവസങ്ങളായി ഇവിടെ സമരം നടന്നു വരികയാണ്. 70 ദിവസം പിന്നിടുന്നു. 71ാം ദിവസമാണ് സമരം. ശരിക്കും ഇത് ജനകീയമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം നമുക്ക് നേരിൽ കാണാൻ പറ്റി. കർണാടക മംഗലാപുരം ബെൽത്തങ്ങാടിയിലെ കുമാരി സൗജന്യയുടെ കൊലപാതകം, DK രവി IASന്റെ ദുരൂഹ മരണം എന്നിവ CBI കൊണ്ട് അന്വേഷിപ്പിക്കാനായി. ആറന്മുള വിമാനത്താവള നിർമ്മാണത്തിനെതിരായ സമരത്തിൽ പങ്കാളികളായി. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കി. എന്റെ രാജ്യം എന്റെ അവകാശം എന്ന മുദ്രാവാക്യവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവകാശ സംരക്ഷണ യാത്ര നടത്തി. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കാനുള്ള തീരുമാനം ജനകീയ പ്രക്ഷോഭത്തിലൂടെ പിൻവലിപ്പിച്ചു. കോഴിക്കോട് കർണാടക ദേശീയപാത NH 766 അടച്ചുപൂട്ടുന്നതിനും വയനാട്ടിലെ രാത്രിയാത്രാ നിരോധനത്തിനുമെതിരെ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കക്ഷി ചേർന്നു. കേസ് ഇപ്പോഴും സുപ്രീം കോടതി പരിഗണനയിലാണ്. കേരള ലീഗൽ സർവീസ് അതോറിറ്റി KLSAയുമായി ചേർന്ന് പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ പൊതുജനങ്ങൾക്കായി നിയമബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. പരാതി പരിഹാര മേളകൾ വഴി 1500-ൽ പരം ആളുകൾക്ക് ആശ്വാസം പകർന്നു. ഭക്ഷണ സാധനങ്ങളിലെ മായം ചേർക്കലിനെതിരെയും പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികളുമായി ബന്ധപ്പെട്ടും പൗരത്വ ഭേദഗതി ബില്ലിനെക്കുറിച്ചും ബോധവൽക്കരണ സെമിനാറുകൾ നടത്തി. പ്രളയ ദുരന്തകാലത്തും കോവിഡ് മഹാമാരി കാലത്തും ദുരിതമനുഭവിച്ച ധാരാളം പേർക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ചു. സമകാലിക ഭാവി പ്രവർത്തനങ്ങൾ, യുവജനങ്ങളെ ലഹരിയിൽ നിന്നും മോചിതരാക്കുന്നതിന് മയക്കുമരുന്ന് മുക്ത ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി 3 വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തി. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുമായി സഹകരിച്ച് നിയമബോധവൽക്കരണം, ജില്ലകളിൽ സൗജന്യ നിയമസഹായ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുക, ജനങ്ങൾ നേരിടുന്ന പൊതുപ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുക. നിസ്വാർത്ഥമായ മാനവ സേവനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ സംശയിക്കേണ്ട. HRPMയിൽ അംഗമാകൂ. ഞങ്ങളോടൊപ്പം അണിചേരൂ. അവകാശ പോരാട്ടങ്ങളിൽ ആരും തനിച്ചാകില്ല. എന്റെ രാജ്യം എന്റെ അവകാശം.